കാർഷിക വാർത്തകൾ. മുഖ്യ വിപണികളിൽ റബ്ബർ വില സ്റ്റഡിയായി നീങ്ങി. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ കിലോ 185 രൂപയിലും 5ാം ഗ്രേഡ് 182 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. ക്രിസ്മസ് വേളയിൽ വെളിച്ചെണ്ണയുടെ വില ഉയരുമോ എന്ന ആശങ്കയിലാണ് കൊപ്രയാട്ട് വ്യവസായികൾ. ടയർ നിർമ്മാതാക്കളുടെ പിന്തുണ കുറഞ്ഞത് ആഭ്യന്തര റബ്ബർ വിപണിയെ നിർജ്ജീവമാക്കി. നേരത്തെ ഉറപ്പിച്ച വിദേശ കച്ചവടങ്ങൾ പ്രകാരം കപ്പലുകൾ ചരക്കുമായി എത്തിയതോടെ താൽക്കാലിക ആവശ്യങ്ങൾക്കുള്ള ഷീറ്റ് ലഭിച്ച ആശ്വാസത്തിലാണ് വ്യവസായികൾ. അതേസമയം നിലവിൽ ആഭ്യന്തര അന്താരാഷ്ട്ര വിലകൾ തമ്മിലുള്ള അന്തരം വർദ്ധിച്ചതിനാൽ ഇറക്കുമതിയേക്കാൾ ലാഭകരം ഇവിടെ നിന്ന് ചരക്ക് ശേഖരിക്കുന്നത് തന്നെയാണ്. എന്നിട്ടും കൊച്ചി കോട്ടയം മാർക്കറ്റുകളിൽ വാങ്ങലുകാർ താൽപര്യം കാണിച്ചില്ല. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് 18,500 രൂപയിലും ബാങ്കോങ്ങിൽ 19,000 രൂപയിലുമാണ്. വിദേശ റബ്ബർ എത്തിക്കാൻ ഇറക്കുമതി ചിലവുകൾ കണക്കിലെടുത്താൽ വില 20,000 രൂപയ്ക്ക് മുകളിലാകും. കിൻഡലിന് 1,500 രൂപ കുറവിൽ ഇവിടെ ഷീറ്റ് ലഭ്യമായിട്ടും ടയർ ലോബി വിപണിയിൽ നിന്ന് അകന്നു കളിക്കുകയാണ്. ജപ്പാനിൽ ഇടപാടുകളുടെ തുടക്കത്തിൽ റബ്ബർ മുന്നേറാൻ ശ്രമിച്ചെങ്കിലും വാങ്ങലുകാരുടെ അഭാവം മൂലം ഉയർന്ന റേഞ്ച് പിടിച്ചു നിൽക്കാനാവാതെ കിലോ 334 യെന്നിലേക്ക് ജനുവരി അവധി വില കുറഞ്ഞു. ഉൽപാദന മേഖലയിൽ നടന്ന ഏലക്ക ലേലത്തിൽ ആഭ്യന്തര വിദേശ വാങ്ങലുകാരുടെ പിന്തുണയിൽ ഉൽപ്പന്നം കരുത്ത് നിലനിർത്തി. ശരാശരി ഇനം ഏലക്ക കിലോ 2,392 രൂപയിലും മികച്ച ഇനങ്ങൾ 2,637 രൂപയിലും കൈമാറി. മൊത്തം 98,123 കിലോഗ്രാം ഏലക്ക വിൽപ്പനയ്ക്കെത്തിയതിൽ 96,538 കിലോയും വിറ്റഴിഞ്ഞു. ക്രിസ്മസ് വേളയിൽ വെളിച്ചെണ്ണ വില ഉയർത്തിയെടുക്കാനുള്ള ശ്രമത്തിലാണ് തമിഴ്നാട് ലോബി. ഉത്സവ ദിവസങ്ങളിലെ ബമ്പർ കച്ചവടങ്ങൾ മുന്നിൽ കണ്ട് പലരും എണ്ണ ശേഖരിച്ചിട്ടുണ്ട്. കങ്കയത്തെ വൻകിട മില്ലുകാർ കൊപ്ര വില 19,200 രൂപയായി ഉയർത്തിയെങ്കിലും വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ആവശ്യം കുറവാണ്. മാസാരംഭം അടുത്തതിനാൽ വിപണി സജീവമാകുന്ന കണക്കുകൂട്ടലിലാണ് മില്ലുകാർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തക്കാളി വില കത്തിക്കയറുകയാണ്. മൊത്തവില കിലോയ്ക്ക് 80 രൂപയിലെത്തി. അതേസമയം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും തക്കാളിയുടെ വരവ് കുറഞ്ഞു. തക്കാളി മൊത്തവില കിലോയ്ക്ക് 80 രൂപയാണ് ഉയർന്നത്. ഉൽപാദന പ്രദേശങ്ങളിലെ കാലാവസ്ഥാ മാറ്റവും മാർക്കറ്റിൽ തക്കാളി വരവ് കുറഞ്ഞതുമാണ് കേരളത്തിൽ വില ഉയരാൻ കാരണം. പ്രധാന ഉൽപാദന സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ തക്കാളി വില കത്തി നിൽക്കുകയാണ്. തക്കാളി വില ഉയർന്നു നിൽക്കുന്നത് ഗാർഹിക ഉപഭോക്താക്കൾക്ക് പുറമെ റെസ്റ്റോറന്റുകൾക്കും തട്ടുകടകൾക്കും തിരിച്ചടിയായിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ മൊത്തവിതരണ കേന്ദ്രങ്ങളിൽ തക്കാളി തരമനുസരിച്ച് 80 രൂപയ്ക്കാണ് വിറ്റുപോയത്. ചില്ലറ വില ഇതിനേക്കാൾ കൂടും. കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ പലയിടത്തും തക്കാളി കൃഷി നടത്തുന്നുണ്ട്. കൂടാതെ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തക്കാളി മാർക്കറ്റിലെത്തുന്നുണ്ട്. കർണാടകയിൽ 2 ആഴ്ചയോളം തുടർച്ചയായി മഴ പെയ്യുന്നതും പാലക്കാട് ജില്ലയിൽ പലയിടങ്ങളിലും മഴ തുടരുന്നതും തക്കാളിയുടെ വരവ് കുറയാൻ ഇടയായി. മഴ തുടരുന്നതോടെ തക്കാളി വില 100 രൂപയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് കച്ചവടക്കാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുരുമുളക്, ഇഞ്ചി കർഷകർക്കിനി ആശ്വസിക്കാം. വിളകളിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും വളർച്ച മെച്ചപ്പെടുത്താനുമുള്ള ബയോ ക്യാപ്സ്യൂൾ കീടനാശിനി വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് സംസ്ഥാന കൃഷി വകുപ്പ്. കുരുമുളക്, ഇഞ്ചി കൃഷികളിലെ രോഗപ്രതിരോധത്തിനും വളർച്ച മെച്ചപ്പെടുത്താനും നൂതന മാർഗവുമായി എത്തിയിരിക്കുകയാണ് കൃഷിവകുപ്പ്. പുതുതായി വികസിപ്പിച്ച ബയോ ക്യാപ്സൂൾ കീടനാശിനിയാണ് രോഗപ്രതിരോധത്തിനും ചെടികളുടെ വളർച്ചയ്ക്കും കർഷകർക്ക് ആശ്വാസമായിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ കുത്തന്നൂർ കൃഷിഭവന് കീഴിലെ 15 കർഷകരുടെ കൃഷിയിടത്തിലാണ് ക്യാപ്സൂൾ പരീക്ഷണം വിജയകരമായി നടത്തിയത്. കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് ഡെവലപ്മെന്റാണ് PGPR ബയോ ക്യാപ്സൂൾ വികസിപ്പിച്ചത്. ക്യാപ്സൂൾ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കുന്ന സംസ്ഥാനത്തെ 2ാമത്തെ ജില്ലയാണ് പാലക്കാട്. കൃഷിഭവനൊപ്പം ആത്മ ഏജൻസിയും പരീക്ഷണത്തിന് കൂട്ടായുണ്ട്. കുരുമുളകിന്റെ വളർച്ചയ്ക്കും ഉൽപാദന വർധനവും സഹായകരമായ വിവിധ പോഷകങ്ങൾ മണ്ണിൽ നിന്ന് ലഭ്യമാക്കാൻ സഹായിക്കുന്നതാണ് ക്യാപ്സൂൾ. മണ്ണിനെ പോഷക സമ്പന്നമാക്കാനും ചെടിക്ക് രോഗപ്രതിരോധ ശേഷി നൽകാനും സഹായിക്കുന്ന സൂക്ഷ്മജീവാണുക്കളുടെ ശേഖരമാണ് ക്യാപ്സൂൾ രൂപത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത്. 1 ഗ്രാം വരുന്ന ഒരു ക്യാപ്സൂൾ 200 ലിറ്റർ വെള്ളത്തിൽ കലക്കാവുന്നതാണ്. ഇത് ഏകദേശം 100 കുരുമുളക് വള്ളികൾക്ക് വരെ ഉപയോഗിക്കാനാകും. ഇഞ്ചിയിലും മഞ്ഞളിലും കാണുന്ന മൂടുചീയലിനും പ്രതിരോധ മാർഗമാണിത്. ഇഞ്ചിയുടെ ബാക്ടീരിയൽ വാട്ടം ക്യാപ്സൂൾ വഴി വേഗത്തിൽ പ്രതിരോധിക്കാം. ഇഞ്ചി വിത്തിൽ പുരട്ടാനും ഈ മിശ്രിതം ഉപയോഗിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അന്താരാഷ്ട്ര വിപണിയിലെ റബ്ബർ വിലയിൽ നേട്ടം കിട്ടാതെ ആഭ്യന്തര കർഷകർ. ഇറക്കുമതി വർധനയിൽ കർഷകർക്ക് ആശങ്ക. അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയരുമ്പോഴും ആഭ്യന്തര വില മെച്ചമില്ലാതെ തുടരുന്നത് റബ്ബർ കർഷകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. റബ്ബർ ബോർഡ് പ്രസിദ്ധീകരിച്ച തദ്ദേശീയ വില 186 രൂപയാണ്. RSS 4 ഗ്രേഡ് ഷീറ്റിന് ബാങ്കോക്ക് വില 189.29 രൂപയാണ്. എന്നാൽ കർഷകരിൽ നിന്ന് വ്യാപാരികൾ വാങ്ങുമ്പോൾ നൽകുന്ന സ്പോട്ട് വില 175 മുതൽ 178 രൂപ വരെ മാത്രമാണ്. ശക്തമായ മഴ ഷീറ്റ് ഉൽപാദനത്തെ തടസ്സപ്പെടുത്തുന്നതും വെല്ലുവിളിയാണ്. സ്റ്റോക്ക് ഉണ്ടായിരുന്ന റബ്ബറിന് വില കിട്ടാത്തതും
കർഷകരെ വലയ്ക്കുന്നുണ്ട്. ആഗോള വിപണിയിൽ നിന്ന് ചൈനീസ് കമ്പനികൾ ചരക്കെടുപ്പ് ഊർജിതമാക്കിയതാണ് അന്താരാഷ്ട്ര വിപണിയിൽ വില മെച്ചപ്പെടാൻ കാരണം. ഇന്ത്യയിൽ റബ്ബറിന് ആവശ്യമുണ്ടെങ്കിലും ഇറക്കുമതി ഉയർന്നതുമൂലം ടയർ കമ്പനികൾ ചരക്കെടുപ്പിന് ഉത്സാഹം കാട്ടുന്നില്ല. 2025 ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ 1.29 ലക്ഷം ടൺ കോമ്പൗണ്ട് റബ്ബറാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തത്. 2024 ഇറക്കുമതി 94,221 ടൺ മാത്രമായിരുന്നു. 2023-24 അപേക്ഷിച്ച് 44.5% വർധന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 186, RSS 5 181, ലാറ്റക്സ് 127, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 220, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 71,400, കുരുമുളക് അൺഗാർബിൾ 69,400, ഏലക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 34,600, കൊപ്ര 21,600, ചുക്ക് 24,000.